ഒളിമ്പിക്സിനെക്കുറിച്ചുള്ള ഒരു ലേഖനം കോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള olympics.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. സൂചനകൾ: ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് എന്ന ശീർഷകത്തിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. ലേഖനത്തിൻ്റെ ആദ്യ പേജിലാണ് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യുക. An article on Olympics is given in the file olympics.ott in the exam documents folder in Home. Open this file in LibreOffice Writer and create a table of contents for the article using the table of contents and index option. Hints: give heading 1 style for the title The Modern Olympics Games. Give heading 2 styles for the subheadings. Subheadings are given in green color. The table of contents should be included in the first page of the article. Save the modified file to example folder in Home. olympics.ott എന്ന ഫയലാണ് ആദ്യം നമുക്ക് തുറക്കേണ്ടത്. അതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. ഇവിടെ നിന്നും olympics.ott എന്ന ഫയൽ തുറക്കുന്നു. ഇത് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ സ്റ്റൈൽ നൽകിയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളടക്ക പട്ടികയിൽ അത് ഉൾപ്പെടുകയുള്ളൂ. ദ മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസ് എന്ന ശീർഷകത്തിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകണം. ആദ്യം നമുക്കത് ചെയ്യാം. ആദ്യം നമുക്ക് ആ ഹെഡിങ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ ഡിഫാൾട്ട് സ്റ്റൈലാണ്. അതിനിവിടെ സ്റ്റൈൽ ബോക്സിൽ നിന്നും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകണം. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. പച്ച നിറത്തിലുള്ള ഉപശീർഷകങ്ങൾ കണ്ടുപിടിക്കുക. ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞ സ്റ്റൈൽ അതിന് നൽകുക. ഹെഡിംഗ് 2 ആണ്. അടുത്ത ഉപശീർഷകവും സെലക്ട് ചെയ്തു. ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ അതിന് നൽകി. ഉപശീർഷകങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം അവയ്ക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഞാനിപ്പോൾ കൺട്രോൾ കീയുടെ സഹായത്താൽ എല്ലാ ഉപശീർഷകങ്ങളും ഒന്നിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ ഉപശീർഷകങ്ങൾക്കും ഇവിടെ നിന്നും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുന്നു. ഇനി ആദ്യ പേജിലാണ് ഉള്ളടക്ക പട്ടിക ചേർക്കേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മെനു ബാറിലെ ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്നതിന് നേരെ ടേബിൾ ഓഫ് കോണ്ടൻറ്റ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്തു. കൂടുതലായി ഒന്നും ചെയ്യുവാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ടേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സേവ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മളുടെ രജിസ്റ്റർ നമ്പറിലേക്ക് ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.